Assalamualaikum friends. എല്ലാ കൂട്ടുകാർക്കും വോയിസ് ഫ്രം മദീനയുടെയും കുടുംബത്തിന്റെയും ഓണാശംസകൾ. ഇന്ന് തിരുവോണ നാളില് ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു പ്രവാസി അടപ്രഥമൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോ അതിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോ കാണുന്നില്ലേ, ഈ കാണുന്നതാണ് പ്രവാസി അട. ഈ അട എന്താണെന്ന് അറിയണ്ടേ? അതിന് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഈ അട വെച്ചിട്ട് നല്ല അടിപൊളി അടപ്രഥമനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയ്ക്കുള്ളിൽ പോകുന്നതിന് മുന്നേ ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ച് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ സ്പെഷ്യൽ അട അതിൻ്റെ പ്രിപ്പറേഷനും എല്ലാം ഷെയർ ചെയ്യുക. അപ്പം നമ്മൾക്ക് വീഡിയോയ്ക്കുള്ളിൽ പോവാം. സ്പെഷ്യൽ അടപ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് പാലാണ്. ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അടുത്തത് പഞ്ചസാര. $250 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. മുന്തിരിയാണ്, ബ്ലാക്ക് കളറ് ഡ്രൈ മുന്തിരിയാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് അണ്ടിപ്പരിപ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും യൂസ് ചെയ്യാം. ഏലക്കായി 3 ഏലക്കായി എടുത്ത് പൊടിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. പിന്നെ അടയ്ക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്പെഷ്യൽ അടയാണ് ഈ കാണുന്നത്, മക്രോണി അല്ലെ പാസ്ത. ഇതെങ്ങനെ അടയായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചെറിയ അടയാക്കി മാറ്റണം ഈ മക്രോണിനെ. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഒരു മിക്സിൻ്റെ ചെറിയ പൊടിക്കുന്ന ജാർ എടുത്തിട്ട് അതിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്ത് കൊടുക്കാം. മിക്സിൻ്റെ പൊടിക്കുന്ന ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. ഇങ്ങനെ കുറച്ചിട്ടിട്ട് ഒരൊറ്റൊരു കറക്കല് കൊടുത്താൽ മതി മിക്സി ജാറിൽ. ഒരേ ഒരു കറക്കല്. അപ്പം ഇതുപോലത്തെ രൂപത്തിൽ പൊടിഞ്ഞു കിട്ടും. ഇത് കണ്ടില്ലേ? നമ്മൾക്കിനി ഫുള്ളായിട്ട് ആ മക്രോണീസ് എല്ലാം പൊടിച്ചെടുക്കാം. അപ്പം മക്രോണി ഫുള്ളായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മുന്നേ ഈ ഒരു പാത്രം നിറച്ചും ഉണ്ടായിരുന്നതാണ്. ഇപ്പം കാൽ പാത്രം മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ അട, പ്രവാസി അട. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പാലട കുക്കർ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ കുക്കറിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആ എടുത്തു വെച്ച പാല് ഒഴിച്ചു കൊടുക്കുക കുക്കർക്ക്. അപ്പൊ കുക്കറിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്യാസൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഈ പാല് തിളക്കട്ടെ, അത് വരയ്ക്കും നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. പാലിതാ തിളയ്ക്കാനായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് അടയിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ അട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പാലും ആ അട കട്ടി പിടിക്കാതെ അതൊന്ന് പിടിക്കട്ടെ.
ഇളകി നിൽക്കട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾക്ക് നമ്മുടെ കുക്കർ മൂടി വെക്കാം. കുക്കർ ഇപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ ആവുന്നത് വരയ്ക്കും നമ്മൾക്ക് കാത്തിരിക്കാം. 3 വിസിലായാലേ നമ്മുടെ സ്പെഷ്യൽ അട വേഗുള്ളൂ. ഓക്കെ, വിസിൽ വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചെടുക്കാം. അങ്ങനെ ആവുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് പഞ്ചസാരയും ഏലക്കായും കൂടി അടപ്രഥമനിൽ പിടിച്ചു കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇതാ നമ്മുടെ പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചിരിക്കുന്നതാണ്. കേക്കിനൊക്കെ ഐസിങ്ങിനുള്ള ഷുഗർ പോലെ ഉണ്ടാവും കേട്ടോ. അത് ഇപ്പോഴാണെങ്കിൽ കുക്കറിൽ നിന്നാണെങ്കിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി 2 വിസിലിന് വേണ്ടി കാത്തിരിക്കാം നമ്മൾക്ക്. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആക്ച്വലി 3 ഏലക്കായ് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഹായ്, നല്ല മണമാണ് പഞ്ചസാരയും ഏലക്കായും കൂടി ഇട്ട് പൊടിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാലോ, നിങ്ങളുടെ അടപ്രഥമൻ നല്ല അടിപൊളി മണത്തിലും രുചിയിലും ആയിരിക്കും വരിക. അപ്പൊ സ്പെഷ്യൽ അടപ്രഥമന്റെ ബാക്കി ഭാഗം കാണാം നമ്മൾക്ക്. എയറൊക്കെ പോയപ്പോ അതാ നമ്മള് കുക്കർ തുറന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മുടെ പാലട കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട് സ്പെഷ്യൽ പാലട പ്രഥമൻ. ഇനി നമ്മൾക്ക് ഇതിലോട്ട് നമ്മുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് നമ്മുടെ ഈ ഷുഗറും ഏലക്കായും കൂടി പൊടിച്ചു വെച്ചത് ഇതിലോട്ട്, ഈ പാലട മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നന്നായി മിക്സ് ചെയ്യാം. മിക്സ് വല്ല ഹായ്, ഇപ്പതാ നല്ല മണം വരുന്നുണ്ട് ആ ഷുഗർ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം. കാണാനാണ് നല്ല ഭംഗിയുണ്ട്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആവട്ടെ കേട്ടോ. ഇനി നമ്മൾക്ക് നമ്മുടെ മിക്സ് ആയതിനു ശേഷം നമ്മുടെ താരങ്ങൾ ഇട്ട് കൊടുക്കണ്ടേ ഇതിന്റെ മേലെ. ഇത് മിക്സ് ആയിട്ട് കുറച്ചൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് പിടിക്കാനൊന്ന് വേഗട്ടെ. ആ സമയം കൊണ്ട് നമ്മൾക്ക് നമ്മളെ താരങ്ങളെ വറുത്തെടുക്കാം. നമ്മളുടെ താരങ്ങളെ വറുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് നെയ്യിട്ട് കൊടുക്കാം. നമ്മുടെ താരം നമ്പർ 1 ബ്ലാക്ക് കളർ ഡേറ്റ്സ്. ഈ താരം അല്ല, മുന്തിരിങ്ങ. പിന്നെ നമ്മളുടെ അണ്ടിപ്പരിപ്പ് രണ്ടും നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി ഇത് നമ്മൾക്ക് നമ്മുടെ അടപ്രഥമനിലോട്ട് പൊട്ടിക്കൊടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ അടപ്രഥമനാണ് കേട്ടോ. അപ്പൊ ഇനി ഈ അടപ്രഥമൻ നമ്മൾക്കൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് സദ്യയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്കിപ്പോ. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. അസ്സലാമു അലൈക്കും.